നാളെന്താ ലാസ്റ്റ് എടുത്തേ? ഏത് ടോപ്പിക്കിൽ എടുക്കുന്നു? ഇന്റർഫെറോമീറ്ററും ഷാഡോഗ്രാഫ് അല്ലേ? ഇന്റർഫെറോമീറ്ററും ഷാഡോഗ്രാഫ്. അതിന്റെ അതായത് ബേസ്ഡ് ഓൺ ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ രണ്ട് മെത്തേഡ്സ്. ഓക്കെ, അതിന്റെ ഒരു മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ നോക്കാനുള്ളത്, സ്ലീറൻ ടെക്നിക് എന്ന് പറഞ്ഞിട്ട്. ജിഷ്ണു ഇന്നലെ എവിടെ പോയിനി? ജിഷ്ണു ഒക്കെ ഫ്രണ്ടിന്റെ വൈശാഖോ? ക്ലാസ് ഉണ്ടോന്ന് അറിയല് അറിയില്ല. പക്ഷേ ക്ലാസ് ഉണ്ടാ ഇല്ലേ? നോക്കാം, ഇനി നോക്കാനുള്ള സ്ലീറൻ ടെക്നിക് മനസ്സിലാണ്. ഓക്കെ, നമ്മള് ബാക്കി രണ്ട് ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ പറഞ്ഞ് അതേ ഒരു സിസ്റ്റം തന്നെയാണ് എന്തിൽ വരുന്നത്, സ്ലീറൻ ടെക്നിക്കിലും വരുന്നത്. ബേസ്ഡ് ഓൺ ഡെൻസിറ്റി വേരിയേഷൻ അനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നുണ്ട്, ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ പാത്തിൽ ഡിഫ്ലക്ഷൻ വരും. ആക്ച്വൽ പാത്ത് എത്രത്തോളം ഡിഫ്ലക്റ്റഡ് ആകുന്നു അതിനനുസരിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുന്ന സ്ക്രീനിൽ അതിനനുസരിച്ചുള്ള പാറ്റേണിൽ വേരിയേഷൻ വരും. ഷാഡോഗ്രാഫ് ആണെങ്കിൽ നമ്മൾ അവിടെ വരുന്ന ഷാഡോനെ അനലൈസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇന്റർഫെറോമീറ്ററിലാണെങ്കിൽ ഇന്റർഫറൻസ് ഒക്കർ ചെയ്യുമ്പോണ്ടാകുന്ന ഫ്രിഞ്ച് പാറ്റേണിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫർദർ ആയിട്ടുള്ള കാൽക്കുലേഷൻ നടത്തുന്നത്. ഒന്നില് ഡെൻസിറ്റി, ഇപ്പോൾ ഇന്റർഫെറോമീറ്റർ ആണെങ്കിൽ ഡെൻസിറ്റി ഡയറക്റ്റ് അവൈലബിൾ ആണ്. ദെൻ ഷാഡോഗ്രാഫിലായിരുന്നെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡെൻസിറ്റി ആണ്, ഡോ സ്ക്വയർ റോ ബൈ ഡോ വൈ സ്ക്വയർ ആണ് കിട്ടിക്കുന്നത്. അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഫർദർ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഇതേ മെത്തേഡിലാണ് ഇവിടെ സ്ലീറൻ ടെക്നിക്കിൽ വരുന്നത്. ഓക്കെ, ഇൻ ദിസ് ടെക്നിക് ഡെൻസിറ്റി ഗ്രേഡിയന്റ് that is dou rho by dou y. Okay, density gradient that is dou rho by dou y. In this technique, the density gradient in the flow field is obtained in terms of varying degree of brightness on the screen. അതായത് നമ്മൾ മറ്റേതിൽ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ അതിൽ ഒന്നില് ഷാഡോവും ഒന്നില് ഇന്റർഫറൻസ് കൊണ്ടുള്ള ഫ്രിഞ്ച് പാറ്റേൺ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിൽ ലൈറ്റ് ഡിഫ്ലക്ട് ചെയ്ത് ഇല്യൂമിനേഷൻ ഉണ്ടാവും. ആ ഇല്യൂമിനേഷൻ ഇന്റൻസിറ്റി വേരി ചെയ്യും. ഓരോ ഡെൻസിറ്റി വേരി ചെയ്യുന്നതനുസരിച്ച് ഡെൻസിറ്റി കറസ്പോണ്ടിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നതനുസരിച്ച് സ്ക്രീനിൽ ഉണ്ടാവുന്ന ഇല്യൂമിനേഷൻ ഇന്റൻസിറ്റി വാല്യൂ, ആ ഇന്റൻസിറ്റി മെഷർ ചെയ്തിട്ടാണ് എന്ത് പറഞ്ഞത്, ഡെൻസിറ്റി വേരിയേഷൻസ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഓഫ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതില്? സ്ലീറൻ ടെക്നിക്ക്. റൈറ്റ്. അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഗ്രാഫ് നോക്കിയാൽ അല്ല സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കിയാൽ ഈ ഒരു ടൈപ്പിലാണ് വരാം. മൊഡ്യൂൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇങ്ങനെ കുറെ ഫിഗേഴ്സ് ഉണ്ട്. ഫിഗേഴ്സ് വൃത്തിയായിട്ട് നോക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ ഇല്യൂമിനേഷൻ രണ്ട് സ്ക്രീനിലേക്കായിട്ട് വരികയാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്.
ഹലോ ഹലോ ആ സാർ ക്ലാസ് കട്ടായിരുന്നു ഇടയ്ക്ക്. ഹലോ ഹലോ ഫുൾ കട്ടായി. ഹലോ 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 സാർ. സാർ ഫുൾ ടൈം കട്ടായിരുന്നു. സാർ ഫുൾ ടൈം കട്ടാണ്. സാർ ഇത് നെറ്റ് കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. സാർ ജിയോ ആണ്, ജിയോ. ഇല്ലടാ കോളേജ് നെറ്റാ. Losing network. Hello. ഹലോ ഉണ്ടോ? പറയുന്നത് കേൾക്കണ്ടോ നിങ്ങൾക്ക്? ഇല്ല, കട്ടാ. ഫുള്ള് ബ്രേക്കാ? ഇപ്പൊ ശരിയായി. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കണ്ടോ നിങ്ങൾക്ക്? നേരത്തെ പറഞ്ഞത് കേട്ടിരുന്നോ? സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടിരുന്നോ? ഫുള്ള് കട്ടയാണ് കുറച്ച് കഴിഞ്ഞാ.
ഹലോ എടാ മക്കളെ, നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ആയിട്ടാണ് കേട്ടോ ഇപ്പൊ കണക്ട് ചെയ്തത്. നേരത്തെ പറഞ്ഞത് കേട്ടിരുന്നോ നിങ്ങക്ക്? എക്സ്പ്ലെയിൻ ചെയ്ത് സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടിരുന്നോ? അത് ഇൻ ബിറ്റ്വീൻ കട്ടായിട്ട് ഉണ്ടായിനി. ഹലോ ഇവിടെ ഒന്ന് റിപ്ലൈ പറയുമോ? ഒന്ന് മൈക്ക് ഓൺ ആക്കി ആരെങ്കിലും റിപ്ലൈ പറയൂ. ഇത് സ്ലൈഡ് കേട്ടില്ല, കട്ടായിരുന്നു. സ്ലൈഡ് കാണാൻ പറ്റില്ല. ഫുള്ള് കട്ട്. ലാസ്റ്റ് ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടിരാ. എങ്ങനെ വലിയൊരു പാരഗ്രാഫ് ഉള്ള ഒരു സ്ലൈഡ് ഞാൻ കണ്ടില്ല. ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യടാ. ഒറ്റ സെക്കൻഡ്. ഇപ്പൊ ക്ലിയർ ഓക്കെയോ? ഓക്കെ സാർ. ഓക്കെ. ഈ ഫിഗർ പറഞ്ഞത് കണ്ടിനാ? ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത് കിട്ടീനാ? ഇല്ല. ഓക്കെ, ഇനി നോക്കാം. അതായത് ഒരു ജനറൽ ആയിട്ടുള്ള നമ്മളെ ഷ്ലീറൻ ടെക്നിക്കിന്റെ ഒരു ജനറൽ അപ്പാരറ്റസ് കൺസ്ട്രക്ഷൻ ആണ് ഇത്. ഓക്കെ, ഈ മൊഡ്യൂൾ നിങ്ങൾ ഇങ്ങനത്തെ കുറെ ഫിഗേഴ്സ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. ഈ ഫിഗർ കൃത്യമായിട്ട് വരക്കാൻ പഠിക്കുക. ഈ ഫിഗർ വരച്ചാൽ തന്നെ ബാക്കി എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റും. ഒരുവിധ ആ ഫിഗർ നോക്കിയാൽ തന്നെ. അപ്പൊ എനിക്ക് അത്രയും ഒരു ആവശ്യമുള്ളൂ നിങ്ങൾക്ക്. ജസ്റ്റ് ആ ഫിഗറും അതിന്റെ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും. ഓക്കെ, ഇതുപോലത്തെ കുറെ ഇനിയിപ്പോ പ്രഷർ മെഷർമെന്റ് അതുപോലത്തെ എല്ലാം വരാനുണ്ട് മെയിൻലി. സോ അതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഫിഗർ കുറച്ച് ക്ലിയർ ആയിട്ട് നോക്കുക. അങ്ങനെയാണല്ലോ. ഓക്കെ, സോ ഈ ഷ്ലീറൻ ടെക്നിക്കിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇതിനായിട്ട് മെയിൻ ആയിട്ട് വരുന്ന ഒരു പാരലൽ ബീം വരും ഇനീഷ്യലി. ദെൻ 2 ടെസ്റ്റ് സെക്ഷനിലൂടെ പാസ് ചെയ്യും. ദെൻ ഒരു ലെൻസ്, ഒരു നൈഫ് എഡ്ജ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഇലുമിനേഷൻ പാറ്റേൺ കിട്ടാൻ വേണ്ടി ഒരു സ്ക്രീൻ. ഓക്കെ, ശരി. ഈ നൈഫ് എഡ്ജ് എന്ന് പറയുന്നത് ഇതും അപ്വേർഡ് ഡയറക്ഷനും ഡൗൺവേർഡ് ഡയറക്ഷനും പർട്ടിക്കുലറായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇഫ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ വരുന്ന പാരലൽ ബീം ഓഫ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സ്ക്രീനിൽ ഇല്യൂമിനേറ്റഡ് ആവും. ഓക്കെ, ഇത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ബ്ലോക്ക് ചെയ്ത് എന്താവും, സ്ക്രീൻ ഫുള്ള് ഡാർക്ക് ആയിട്ട് മാറും. സോ അതിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് വരുന്ന എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ നൈഫ് എഡ്ജ്. റൈറ്റ്, ഇതിനകത്ത് നടക്കുന്നത് വെച്ചാൽ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ്. That is considered a parallel beam of light passing through a test section. Okay, passing through a test section which is divided into 2 parts, T1 and T2 section. Right? Initial condition എന്ത് ചെയ്യും? T1 T2 സെയിം ആണ്, ഒരു വേരിയേഷൻസ് ഇല്ലാന്ന് നോക്കും. അങ്ങനെയാകുമ്പോൾ സംഭവിക്കുക, സെയിം ലൈറ്റ് റേ പാസ് ചെയ്യും, ലെൻസിലൂടെ വന്ന് ഈ ഇതിന്റെ ലെൻസിന്റെ ഫോക്കൽ പോയിന്റിലായിട്ടാണ് ഇത് വെക്കുക, നൈഫ് എഡ്ജ് വെക്കുന്നത്. ഓക്കെ, ദെൻ ഇത് പാസ് ചെയ്യുമ്പോൾ നൈഫ് എഡ്ജ് തട്ടുമ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈറ്റ്, ഇപ്പൊ ടോട്ടൽ എമൗണ്ടിന്റെ ഒരു 50% കട്ടായി പോകുന്നു. ഓക്കെ, റിമൈനിങ് ലൈറ്റ് ആണ് ഇവിടെ സ്ക്രീന് S1 ആൻഡ് S2ലേക്ക് ഇല്യൂമിനേറ്റ് ആയിട്ട് വരിക. ഓക്കെ, S1 എന്ന് പറയുന്നത് T1 കറസ്പോണ്ടിങ്ങും S2 എന്ന് പറയുന്നത് T2 കറസ്പോണ്ടിങ് ആണ്. സോ ഇനീഷ്യൽ കണ്ടീഷനിൽ ഇത് രണ്ടും സിമിലർ ആണെങ്കിൽ, T1 T2 ഉള്ള കണ്ടീഷൻസ് സിമിലർ ആകുമ്പോൾ S1 S2 ഇല്യൂമിനേറ്റഡ് ആയ ഇമേജ് അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി യൂണിഫോം ആയിരിക്കും. ഓക്കെ, S1 S2 ഉണ്ടാകുന്ന ഇല്യൂമിനേഷന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. സപ്പോസ് എന്ത് ചെയ്തു, അടുത്ത സെക്ഷനിൽ
സോറി. സോ അടുത്ത സെക്ഷൻ ഞാൻ T1 സെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട്, അതായത് T1 ഓൾറെഡി ഗ്യാസ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു, T2 വേരി ചെയ്തു. ഓക്കെ, ഡെൻസിറ്റി വേരിഡ് ആയി. ഡെൻസിറ്റി വേരി ചെയ്യുമ്പോൾ എന്തോ ഓൾറെഡി പറഞ്ഞ പോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വേരിയേഷൻ വരും. ഓക്കെ, ഡെൻസിറ്റി വേരിയേഷനിൽ വരുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വേരിയേഷൻ വരും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വേരിയേഷൻ വരുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേക്ക് ഒരു ഡിഫ്ലക്ഷൻ വരുമല്ലോ. അതായത് ഇത് രണ്ടിന്റെയും പാത്ത് ലെങ്ത് സെയിം ആവില്ല, T1 T2. സോ T1 കറസ്പോണ്ടിങ് ആയിട്ട് S1 എന്താണോ ആദ്യമേ ഉണ്ടായിരുന്നത് സെയിം ഇന്റൻസിറ്റി, അതേ ഇന്റൻസിറ്റി തന്നെയാണ് എന്ത് വരിക, അതേ ഇന്റൻസിറ്റി തന്നെയാണ് ഇല്യൂമിനേഷൻ വരുന്നത്. പക്ഷെ T2 കേസിൽ സപ്പോസ് T2 കേസിൽ ഡെൻസിറ്റി വേരി ചെയ്തു, കറസ്പോണ്ടിംഗ്ലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാരി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതൊരു ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഡിഫ്ലക്ഷൻ ആയിരിക്കാം, ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ച് വേറൊരു ടൈപ്പ് ഓഫ് ഡിഫ്ലക്ഷൻ ആണ് വരിക. അതായത് ചില കേസിൽ കംപ്ലീറ്റ് ആയിട്ട് നൈഫ് എഡ്ജിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ആവും. റൈറ്റ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ആവുന്ന വെച്ചാൽ നൈഫ് എഡ്ജിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ കൂടുതൽ ലൈറ്റ് ഒന്നും ഇതിലേക്ക് വരില്ല, S2 വരില്ല. അപ്പൊ ഇല്യൂമിനേഷൻ ഇന്റൻസിറ്റി കുറയും. റൈറ്റ്, ഒരു കേസിൽ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് ഇത് ഡിഫ്ലക്റ്റഡ് ആകുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, അതായത് T2 വരുന്ന ലൈറ്റ് ബീംസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് ഡിഫ്ലക്റ്റഡ് ആവുന്നതെങ്കിൽ നൈഫ് എഡ്ജിൽ തട്ടാതെ കൂടുതൽ എമൗണ്ട് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും, S2 തന്നെ എത്തും. ഓക്കെ, നോർമലി ഉണ്ടായതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഓഫ് ലൈറ്റ്, കൂടുതൽ റിഫ്ലക്റ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഇതിലേക്ക് എന്താ നൈഫ് എഡ്ജിലേക്ക് ഒന്നും വരില്ല, ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്ത് S2 വരും. ദാറ്റ് മീൻസ് ഇല്യൂമിനേഷൻ ഇന്റൻസിറ്റി വേരിഡ് ആവും. ചില കേസിൽ എന്താ കുറയും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് കുറഞ്ഞിട്ട് വരും, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഡിഫ്ലക്ഷൻ വരുന്നത്, ഇത് കൂടി വരും. സോ ബേസ്ഡ് ഓൺ ഇല്യൂമിനേഷൻ ഇന്റൻസിറ്റി നമുക്ക് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇന്റൻസിറ്റി ഓഫ് ഇല്യൂമിനേഷൻ നമ്മൾ എത്രത്തോളം വെരിഫൈ ചെയ്യുന്നു അതിനനുസരിച്ചാണ് എന്ത് വരിക, നമുക്ക് ഡെൻസിറ്റി വേരിയേഷൻ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ ഒക്കെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഷ്ലീറൻ ടെക്നിക്കിന്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വേറെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്, അതായത് ഇതേ ബേസ് പാറ്റേൺ യൂസ് ചെയ്ത് നമ്മൾ ഇന്റർഫെറോമീറ്ററിൽ പഠിച്ചില്ല, അതുപോലെ ബേസ് പാറ്റേൺ യൂസ് ചെയ്ത് ബേസ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ ഐഡിയ എന്ന് പറയുന്നത് ഇതേ മെത്തേഡിലായിരിക്കും. ഒരു നൈഫ് എഡ്ജ് വെച്ചിട്ട് വരുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിനെ കട്ട് ചെയ്യും, എന്നിട്ട് റിമൈനിങ് എമൗണ്ട് ഓഫ് ലൈറ്റിനെ സ്ക്രീനിലേക്ക് കൊടുക്കും. ഫർദർ ആയിട്ടുള്ള ടെസ്റ്റ് സെക്ഷനും ആക്ച്വൽ സെക്ഷനിലും വേരിയേഷൻ വരുന്നതനുസരിച്ചിട്ട് എന്താ ഇല്യൂമിനേഷൻ ഇന്റൻസിറ്റി വേരി ചെയ്യും. ആ ഇല്യൂമിനേഷൻ ഇന്റൻസിറ്റിന്റെ വേരിയേഷൻ മെഷർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫർദർ ആയിട്ട് നമ്മള് ഡെൻസിറ്റി ഗ്രേഡിയന്റ്, നമ്മുടെ ഷ്ലീറൻ ടെക്നിക്കിൽ എന്താ ഡയറക്റ്റ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഡോ ബൈ ഡോ വൈ ആണ് നോക്കുന്നത്. ഓക്കെ, അതിന്റെ അന്ന് ഫർദർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് മാത്തമാറ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ട് ഡെൻസിറ്റി എത്രത്തോളം വേരിയഡ് ആവുന്നതിന്റെ കൺസിഡർ ചെയ്ത് എടുക്കുക. ഓക്കെ, ആ ടൈപ്പിലാണ് എന്ത് ഡെൻസിറ്റി വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. പറഞ്ഞു ഇതിന്റെ വർക്കിംഗ് ക്ലിയർ ആണോ? പറഞ്ഞ ജനറൽ ആയിട്ട് പറഞ്ഞ പാറ്റേൺ ക്ലിയർ ആണോ? അതിന്റെ ജനറൽ വർക്കിംഗ് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായിനോ ക്ലിയർ ആയിട്ട്? ഓരോ പാർട്ട് എന്താണ്, എന്തിനാണ് വെക്കുന്നതൊക്കെ ഓക്കെ. റോഷിത്ത് ഇട്ട് നേരത്തെ പറഞ്ഞ ഒരിക്കൽ കൂടി പറയണോ, ഇപ്പൊ ഇട്ടതാണോ? നിങ്ങൾ ഈ മെസ്സേജ് ഇട്ട് ഞാൻ സ്ക്രീൻ ഓൺ ചെയ്തിട്ടുണ്ടാവും, മെസ്സേജ് കാണില്ല കേട്ടോ, മിക്കവാറും കാണില്ല. സ്ക്രീൻ ഓൺ ചെയ്ത് നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ കാണില്ല, അതുകൊണ്ട് മൈക്ക് ഓൺ ചെയ്ത് തന്നെ സംസാരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി വരാനുള്ളത് മെഷർമെന്റ് ഓഫ് പ്രഷർ ആണ്. ഓക്കെ, മെഷർമെന്റ് ഓഫ് പ്രഷർ നമ്മൾ ഇതുവരെയുള്ള മൊഡ്യൂളിൽ നോക്കിയത് മുഴുവൻ അനലിറ്റിക്കൽ പാർട്ടാണ്, ഒരു എക്സ്പെരിമെന്റൽ സൈഡ് അല്ല. ഒരു അനലിറ്റിക്കൽ പാർട്ട് അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തുകൊണ്ട് അതിന്റെ കണ്ടീഷൻസ് നോക്കുക, അതുപോലെയുള്ള എങ്ങനെയൊക്കെ വേരിയേഷൻസ് ഉണ്ടാകുന്നു, ഒരു അനലിറ്റിക്കൽ മെത്തേഡ്സ്. പക്ഷേ ഈ അനലിറ്റിക്കൽ റിസൾട്ട്സ് ഒക്കെ ഡിറൈവ് ചെയ്ത് ഇനീഷ്യലി വരുന്നത് സഡൻ എക്സ്പെരിമെന്റൽ റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ആ എക്സ്പെരിമെന്റ് ഇപ്പോൾ ഓരോ നമ്മുടെ ഡേ ബൈ ഡേ കഴിഞ്ഞുകൊണ്ട് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള ഫീൽഡ് ഇലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എക്സ്പെരിമെന്റൽ ടെക്നിക്ക് കൂടുതലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലുണ്ട് ഇനീഷ്യലി എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ
ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ഓരോന്നും എക്സ്പെരിമെന്റൽ മീൻസ് ഓരോ മെഷർ ചെയ്യാന്നുള്ളത്. ഇതിനകത്ത് വരുന്ന പാരാമീറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി, മാക് നമ്പർ, ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് വരുന്നത്, ഫർദർ ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ മോഡിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഇത് ഓരോന്നും മെഷർ ചെയ്തെടുക്കുകയാണ്. പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് കണക്റ്റഡ് ആയിട്ട് മാക് നമ്പർ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. കാരണം കംപ്രസിബിൾ ഫ്ലോ ഫീൽഡ് യൂസ് ചെയ്യുന്ന അത്രയും ഡിഫിക്കൽട്ട്, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെയുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ഒരു ബേസിക് ലെവലിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് പ്രഷർ. ഓക്കെ, ഇറ്റ് ഇസ് ഹൈലി സിഗ്നിഫിക്കന്റ്. നമ്മൾ കംപ്രസിബിൾ ഫ്ലോ ഫീൽഡിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് പ്രഷർ മെഷർമെന്റ് എന്ന് പറയുന്നത്. ബോത്ത് നമ്മൾ സ്റ്റാറ്റിക് ആയാലും ശരി, സ്റ്റാഗ്നേഷൻ ആയാലും ശരി, രണ്ടും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റാറ്റിക് പ്രഷർമെന്റും സ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ ഇതൊക്കെ മെഷർ ചെയ്തിട്ട് ഡയറക്ട്ലി നമുക്ക് മാക് നമ്പർ കണക്റ്റിലേക്ക് പോകും. കാരണം കുറെ റിലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാക് നമ്പറിലേക്ക് കണക്ട് ചെയ്യാനുള്ള, അല്ലെ? ഇത് വെച്ചിട്ട് പ്രഷർ മെഷർ ചെയ്ത് അല്ലെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറും മെഷർ ചെയ്താൽ നമുക്ക് ബാക്കി പാരാമീറ്റേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ അനാലിസിസ് നടത്താൻ പറ്റും. അതാണ് എന്ത് ഒരു പ്രഷർ മെഷർമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി പ്രഷർ മെഷർമെന്റ് തന്നെ നമുക്ക് എന്തുണ്ട്, സ്റ്റാറ്റിക് പ്രഷർ ഉണ്ട്, സ്റ്റാഗ്നേഷൻ പ്രഷർ ഉണ്ട്. Okay, so static pressure measure ചെയ്യുന്ന സമയത്ത് if the measurement is made without disturbing the velocity of flow, the measured pressure indicates the static pressure. Okay, suppose ഒരു probe insert ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് എടുക്കുന്ന പറഞ്ഞു. ഒരു പ്രോബ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് മെഷർമെന്റ് എടുക്കുന്നത്. സപ്പോസ് ഈ നമ്മൾ ഫ്ലോ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഈ ഫ്ലോനെ അല്ലെങ്കിൽ ഫ്ലോന്റെ വെലോസിറ്റിനെ നമ്മൾ പ്രോബ് ഏത് തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് എടുക്കുന്നതെങ്കിൽ അത് ആ മെഷർമെന്റ് സ്റ്റാറ്റിക് പ്രഷർ എടുക്കാനുള്ളതായിരിക്കും. ഓക്കെ, ആ മെഷർമെന്റ്സ് ഒക്കെ സ്റ്റാറ്റിക് പ്രഷറാണ്. ഇനി സ്റ്റാഗ്നേഷൻ പ്രഷർ എപ്പോഴും നമ്മൾ എടുക്കുന്നത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ ടോട്ടൽ കണ്ടീഷൻ അല്ലേ നമ്മൾ പഠിച്ചത്. സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിനെ നമ്മൾ ഐസെൻട്രോപിക്കലി എന്താവും ഡീസിലറേറ്റ് ചെയ്തിട്ട് സീറോ വെലോസിറ്റിയിലേക്ക് എത്തിച്ച് ആ സീറോ വെലോസിറ്റി കണ്ടീഷനിൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എന്താ പറയുക സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോപ്പർട്ടീസ്, സ്റ്റാഗ്നേഷൻ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ. Okay, so if the velocity of the stream brought to rest isentropically, then the pressure obtained become stagnation pressure. അതിന്റെ ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് കാണിച്ചത്. ഇപ്പൊ സ്റ്റാറ്റിക് ആണെങ്കിൽ ഈ ഒരു തരത്തിലേക്കാണ് വരിക. ഒരു ഒറിഫൈസ് അത് പറയാം, ഒരു ചെറിയൊരു ഒറിഫൈസ് ഡ്രില്ല് ചെയ്തിട്ട് ഇതിനൊക്കെ ഇവിടെ ഇതിന്റെ സർഫസിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, സർഫസിലെ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കുകയാണ്. ദെൻ ഇത് എവിടത്തേക്ക് കൊടുക്കും, ഒരു പ്രഷർ മെഷർ ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ടാവും, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. പ്രഷർ മെഷർ ചെയ്യാനുള്ള പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ടാവും. പ്രഷർ ട്രാൻസ്ഡ്യൂസർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, ബേസിക് മെക്കാട്രോണിക്സിലൊക്കെ പഠിക്കാനുണ്ടാവില്ലേ സാധനമൊക്കെ? ഇല്ലേ, പഠിച്ചിട്ടുണ്ടാവും പ്രഷർ ട്രാൻസ്ഡ്യൂസർ പഠിക്കാനല്ലേ നിങ്ങൾക്ക്? ഇല്ലേ, മെക്കാട്രോണിക്സിലെ ടോപ്പിക്കിലുണ്ടാവും. അതുപോലെ തന്നെ പ്രഷർ ട്രാൻസ്ഡ്യൂസറിലേക്ക് കണക്ട് ചെയ്യാം. ഒരു ചെറിയൊരു ഓറിഫൈസ് ഡ്രില്ല് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഈ ഫ്ലോനെ ഒരു തരത്തിലും ഫ്ലോ വെലോസിറ്റിനെ എഫക്ട് ചെയ്യാത്ത തരത്തിൽ അങ്ങനെ എടുക്കാനുള്ള മെഷർമെന്റ്സ് ആണിത് സ്റ്റാറ്റിക് പ്രഷർ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാഗ്നേഷന്റെ കേസിലാവുമ്പോൾ എന്താ, ഒരു ട്യൂബ് കണക്ട് ചെയ്യും, ഇതിലൂടെ ഫ്ലോ വെലോസിറ്റി ആണ്, ഫ്ലോ വെലോസിറ്റിയുടെ നമുക്ക് സീറോ വെലോസിറ്റി ആവും. കറസ്പോണ്ടിങ് ഇല്ല സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ റീച്ച് ചെയ്തിട്ടുണ്ടാകുന്നതാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു ഒറിഫൈസ് ഡ്രില്ല് ചെയ്ത് പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് ഒരു ഒറിഫൈസ്. പക്ഷേ സർഫസിലുള്ള സ്റ്റാറ്റിക് പ്രഷറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സർഫസ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. മറിച്ച് ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ്, ഏതെങ്കിലും ഒരു മീഡിയറ്റ് പോയിന്റിലേക്കുള്ള സ്റ്റാറ്റിക് പ്രഷർ കിട്ടണമെങ്കിൽ ഈ ഫ്ലോനെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു പ്രോബ് ഇൻസേർട്ട് ചെയ്യും. ഇത് പാരലലി അലൈൻ ചെയ്യുന്ന വിധത്തിൽ. ഓക്കെ, ഈ പാരലലി ഈ ഫ്ലോന് പാരലായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് അലൈൻ ചെയ്യും. ഈ ഒരു മെത്തേഡിൽ ഒരു പ്രോബ് അലൈൻ ചെയ്യും, സ്റ്റാറ്റിക് പ്രഷർ പോകും. അതായത് ഈ സപ്പോസ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, ഇനീഷ്യലി സർഫസിലുള്ള സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ ഒരു സർഫസിൽ ഒരു ഒറിഫൈസ് ഡ്രില്ല് ചെയ്ത് അടുത്തേക്ക് പ്രഷർ ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിട്ട് മെഷർ ചെയ്യാം. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഒരു
ഈ ഒരു ഇന്റീരിയർ പോയിന്റ്സിലുള്ള സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കണം. ഒരു ഇന്റീരിയർ പോയിന്റ്സിലുള്ള സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യും? വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ ഫ്ലോ സ്ട്രീം ലൈൻസ്. ഓക്കെ, വിത്തൗട്ട് ഡിസ്റ്റർബിംഗ്, അത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റിക് പ്രഷറിന്റെ കേസിൽ വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ ഫ്ലോ സ്ട്രീം ലൈൻസ് ആണ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു ഇൻസ്ട്രുമെന്റ് പ്രഷർ പ്രോബ്, ഓക്കെ, സ്റ്റാറ്റിക് പ്രഷർ പ്രോബ് പാരലി ഫ്ലോന് പാരലായിട്ട് അലൈൻ ചെയ്യും. ഇതിനടുത്ത് ഒരു സർട്ടൻ നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടാവും. ഇതുപോലെ തന്നെ 45 ഹോൾസ് ഉണ്ടാവും ഇതിന് മുകളിൽ. അത് വെച്ചിട്ടാണ് എന്ത് ഇൻ ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിലുള്ള സ്റ്റാറ്റിക് പ്രഷർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിവൈസ് എപ്പോഴും പാരലി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിന് ഡിസ്ലൊക്കേറ്റ് ആയിട്ട് ഡയറക്ഷൻ ഡിസ്ലൊക്കേറ്റ് ആയിട്ട് വരുമ്പോൾ ആ ഫ്ലോന് ഡീവിയേറ്റ് ആവും അല്ലെ. ഇത് എങ്ങനെയാണോ ഫ്ലോ ഡയറക്ഷൻ, ആ ഫ്ലോ ഡയറക്ഷനിലേക്ക് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കണം, പാരലി അലൈൻഡ് ആയിട്ട്. ആ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇതിലേക്കുള്ള ഇറർ വരുന്നത്. സ്റ്റാറ്റിക് പ്രഷർ പ്രോബ്ലം വരുന്ന ഒരു ഇറർ വരാൻ സാധ്യത എന്ന് പറയുന്നത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് സ്റ്റാറ്റിക് പ്രഷർ പ്രോബ്. ഒരു ഇന്റീരിയർ റീജിയണിൽ നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സെൻസിങ് ഹോൾസ് ഒരു ഇങ്ങനെ ഒരു പ്രോബിനടുത്ത് ഇവിടെ നമ്മൾ ഒരു ഒറിഫൈസ് ഹോൾ കൊടുത്ത പോലെ ഇവിടെ ഒരു സെൻസിങ് ഹോൾ കൊടുക്കും. ആ സെൻസിങ് ഹോളിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു മെത്തേഡിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? സ്റ്റാറ്റിക് പ്രഷർ പ്രോബ് ഫോർ മെഷറിംഗ് ദ ഇന്റീരിയർ പ്രഷർ ഇൻസൈഡ് ഫ്ലോ പാസേജ്. ഇനി ഇതേ മെത്തേഡ് നമ്മൾ എന്ത് സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇനീഷ്യലി ഒരു പാസേജിലേക്ക് എന്ത് കൊടുക്കും? നേരത്തെ കാണിച്ച ആ ഫിഗറിന് കറസ്പോണ്ടിങ് തന്നെയാണ്. ഈ ഒരു മെത്തേഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്യൂബ് ഇൻസേർട്ട് ആക്കി വരും. ഇതിന്റെ ഒരു എൻഡ് ഓപ്പൺ ആയിരിക്കും, ഒരു എൻഡ് ട്രാൻസ്ഡ്യൂസറിലേക്ക് കണക്ട് ചെയ്യും. റൈറ്റ്, ഇതിനകത്തേക്ക് എന്ത് വരും? ഫ്ലോ എൻട്രിയും. സോ ഫ്ലോ വെലോസിറ്റി സീറോയിലേക്ക് എത്തുമ്പോൾ ഐസെൻട്രോപിക്കലി എന്താ ഡീസലറേറ്റ് ചെയ്ത് കൊണ്ടുവരും. ദെൻ കറസ്പോണ്ടിങ്ങില് സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ ടോട്ടൽ കണ്ടീഷനിൽ എത്തും. ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് എന്ത് ചെയ്യും? ടോട്ടൽ പ്രഷർ ഓർ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്തെടുക്കും. റൈറ്റ്, ഇതാണ് എവിടെ നടക്കുന്നത്? സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർമെന്റ് നടക്കുന്നത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഫിഗർ, ഈ ഫിഗേഴ്സ് എപ്പോഴും ഓർമ്മയിലുണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, ഈ ഫിഗേഴ്സ് എപ്പോഴും കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ വരണം. ഫിഗർ വരച്ചു വെച്ചാൽ തന്നെ കറക്റ്റ് പകുതിയായി, എന്നിട്ട് ബാക്കി ആ ഫിഗറിനനുസരിച്ചിട്ട് കറസ്പോണ്ടിങ്ങിലി വാല്യൂ നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ പ്രോബിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ലോ റെനോൾഡ്സ് നമ്പറിൽ ഇത് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ലോ റെനോൾഡ്സ് നമ്പറിലാണ് ഫ്ലോ ആണെങ്കിൽ, അതൊരു സബ്സോണിക് ഫ്ലോന്റെ ഒക്കെ കേസിൽ ലോ റെനോൾഡ്സ് നമ്പർ ആണെങ്കിൽ, സബ്സോണിക് ലോ റെനോൾഡ്സ് ഫ്ലോ വെലോസിറ്റി റെഡ്യൂസ്ഡ് ആണെങ്കിൽ ലോ റെനോൾഡ്സ് നമ്പറിന്റെ കേസിലേക്കാണ് ഉപയോഗിക്കുക. ഇത് നമ്മൾ ഐസെൻട്രോപിക്കലി ഡീസലറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റാഗ്നേഷൻ കണ്ടീഷനിലേക്ക് എത്തുന്നത്. റൈറ്റ്, പക്ഷേ ലോ റെനോൾഡ്സ് നമ്പറിലാണെങ്കിൽ ഐസെൻട്രോപിക്കലി നമുക്ക് ഡീസലറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, ഐസെൻട്രോപിക്കലി ഡീസലറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇതിനൊരു എറർ വരുന്നത്. അതാണ് എന്തിന്റെ ഡ്രോബാക്ക്? ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർമെന്റിന്റെ ഡിവൈസിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഒരു ലോ റെനോൾഡ്സ് നമ്പറിൽ ഇത് ഡിഫിക്കൽട്ട് ആയിരിക്കും ഇത് ഐസെൻട്രോപിക്കലി ഡീസലറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. ഒന്നുകിൽ ട്രാൻസ്ഡ്യൂസറിലേക്ക് ഈ എൻഡ്, പിന്നെയുള്ള ഈ എൻഡ് ട്രാൻസ്ഡ്യൂസറിലേക്ക് തന്നെ കണക്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ട് നമ്മുടെ മാനോമീറ്റേഴ്സ് ഉണ്ടാവും. നമ്മളെപ്പോഴും പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിവൈസസ് എന്ന് പറയുന്നത് മാനോമീറ്റേഴ്സ് ആണ്. നോർമൽ നമ്മൾ ഇതുവരെ നോക്കി വന്നതൊക്കെ. ഓക്കെ, സോ വേണമെങ്കിൽ ട്രാൻസ്ഡ്യൂസറിന് ഒരു മാനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യാം, ഡയറക്ട്ലി പ്രഷർ മെഷർമെന്റ് എടുക്കും. അതാണ് എന്ത് സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി ചില കേസിൽ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷനും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഇനി രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് വരണമെങ്കിൽ യൂസ് ചെയ്ത ഒരു ഡിവൈസ് ആണ് എന്ത് പ്രാൻഡിൽ പിറ്റോട്ട് സ്റ്റാറ്റിക് പ്രോബ്. ഓക്കെ, രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട്, അതായത് സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷനും രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് മെഷർ ചെയ്ത് വരുന്ന കേസിലാണ് എന്ത് വരുന്നത്? പ്രാൻഡിൽ പിറ്റോട്ട് സ്റ്റാറ്റിക് പ്രോബ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രാൻഡിൽ പിറ്റോട്ട് സ്റ്റാറ്റിക് പ്രോബ്. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യണം? സ്റ്റാഗ്നേഷൻ മെഷർ ചെയ്യണം, സ്റ്റാറ്റിക്കും മെഷർ ചെയ്യണം. ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് വരികയാണ്. അതായത് ഈ ഒരു സ്ട്രക്ചറും നമ്മളെ ഫസ്റ്റ് സ്ട്രക്ചറും കൂടി കമ്പൈൻഡ് ആയിട്ട് വരികയാണ്. അതായത് ഇത് ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഇന്റീരിയർ പോയിന്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാറ്റിക് പ്രഷർ പ്രോബ് കൺസിഡർ ചെയ്തത് ഇവിടെ ഈ ഒരു സ്ട്രക്ചർ. ഇതിലേക്ക് എന്ത് വരുന്ന ഒരു സ്റ്റാഗ്നേഷൻ പ്രഷർ കൂടി മെഷർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. ഇവിടുന്ന് ഇനീഷ്യലി ഇതിന്റെ ഇവിടെ എൻഡിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഒരു പൈപ്പിലൂടെ പോകുന്ന സെൻട്രൽ കണക്ഷൻ ആയിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാഗ്നേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി. അതുപോലെ എന്തായിരിക്കും
ഇവിടുന്ന് ഇന്റീരിയർ ഹോൾസിന്റെ നമ്മൾ പറഞ്ഞ പോലെ ഇന്റീരിയർ റീജിയണിലേക്ക് ഇത് പ്രഷർ ചെയ്യാൻ വേണ്ടി ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും, ഒരു ഓറിഫൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എന്ത് ഇവിടുന്ന് ഒരു ഇത് കണക്ഷൻ ഉണ്ടാവും, ഉള്ളിൽ കൂടെ കണക്ഷൻ, സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു കണക്ഷൻ കൊടുക്കണം. ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് ആയാലും ഓരോ ട്രാൻസ്ഡ്യൂസറിലേക്ക് കണക്ട് ചെയ്യും. സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും അറ്റ് എ ടൈമിൽ ബ്രാൻഡിൽ സ്റ്റാറ്റിക് പ്രോബ് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ജസ്റ്റ് ഫിഗർ നോക്കുക, അതിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. ആ ഒരു ബേസിക് ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ആവശ്യമുള്ളൂ. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നോക്കണം. ഇനീഷ്യലി സ്റ്റാഗ്നേഷൻ പ്രഷർ ഈ ഇന്റീരിയർ ആയി നോസ് എഡ്ജ്, ഈ പിറ്റോസ്റ്റാറ്റിക് പ്രോബിന്റെ കേസിൽ നോസ് എഡ്ജ് ക്ലോസ്ഡ് ആണ്, റൈറ്റ്? ഈ എഡ്ജിന് പറയുന്നത് നോസ് എഡ്ജ് എന്ന് പറയും. ഈ എഡ്ജ് ക്ലോസ്ഡ് ആണ്, റൈറ്റ്? എന്നാൽ പിറ്റോറ്റിന്റെ കേസിൽ എന്തെങ്കിലും ബ്രാൻഡിൽ പിറ്റോസ്റ്റാറ്റിക് ട്യൂബിന്റെ കേസിൽ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ട് ഇതിലൂടെ ഒരു പൈപ്പ് വരുന്നത് ഈ സെൻട്രൽ സെക്ഷനിൽ. എന്തിനു വേണ്ടി? സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷറും ഇത് രണ്ടും കൂടി അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യണമെന്ന് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഗ്രാൻഡിൽ പിറ്റോ സ്റ്റാറ്റിക് പ്രോബ് യൂസ് ചെയ്യുന്നു. ഇനി ഇതിന്റെയും പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആ കേസിൽ ഇനീഷ്യൽ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പാരലൽ ടു ഫ്ലോ ആയിരിക്കണം. ഓക്കെ, സോ ഇതിനെ പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഡിഫിക്കൽട്ടാണ്. ഇതൊരു സ്ട്രക്ചർ ഇതിന് പാരലൽ ഫ്ലോയില് അലൈൻ ചെയ്തെടുക്കുക എന്നുള്ളത്. ആ ഒരു ഡിഫിക്കൽട്ടി വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻസ്ട്രുമെന്റ് നോക്കുന്നത് കിയൽ പ്രോപ്പ് എന്നുണ്ട്. ഓക്കെ, കിയൽ പ്രോപ്പ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. പക്ഷെ അത്രയും ആക്യുറേറ്റ് ആയിട്ട് വേണ്ടുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്തെടുക്കുക? കിയൽ പ്രോപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ലോക്കൽ മെഷർമെന്റ്സ് എടുക്കുന്ന സമയത്ത് അലൈൻമെന്റ് പ്രോപ്പർ ആയിരിക്കും, കൃത്യമായിട്ടുള്ള അലൈൻമെന്റ് ആയിരിക്കും, കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ആയിരിക്കും. അതായത് ഇവിടെ യോ ആംഗിൾ എന്ന് പറയും. യോ ആംഗിൾ മീൻസ് അതിന് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് ഇത് നമ്മുടെ ഡിവൈസ് പാരലി അലൈൻഡ് ആയിരിക്കണം. ആ ആംഗിൾ ഓഫ് ഡീവിയേഷൻ തമ്മിൽ ആംഗിൾ 0 ആയിരിക്കണം. പാരലി മീൻസ് ആംഗിൾ 0 ആയിരിക്കും. ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് വെക്കണേ? ആക്യുറേറ്റ് ആയിട്ട് മെഷർമെന്റ് വേണ്ടുന്നിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണേ? കിയൽ പ്രോബ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. സ്റ്റാഗ്നേഷൻ പ്രഷർ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. ബാക്കി ഡിവൈസ് ഒക്കെ ഏകദേശം സിമിലർ ടു അതർ പാറ്റേൺ തന്നെയാണ്. എന്താണോ യൂസ് ചെയ്യുന്നത്, സ്റ്റാഗ്നേഷൻ പ്രഷറിൽ എങ്ങനെയാണോ നടക്കുന്നത് അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് എന്ത് കിയൽ പ്രോബിൽ നടക്കുന്നത്. ഇനീഷ്യലി ഒരു സെക്ഷൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഡിവൈസ് കൊടുത്തിട്ടുണ്ടാവും. ഇതൊരു മാനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ അലൈൻമെന്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വരുന്നത്. ആ ഒരു ലെവലാണ് എന്ത് വരുന്നത്? കിയൽ പ്രോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലാണ് നമ്മൾ ഫ്ലോ പ്രഷർ മെഷർമെന്റിൽ വരുന്നത്. ഇനി വരാനുള്ളത് നമുക്ക് ടെമ്പറേച്ചർ മെഷർമെന്റ്സ് ഉണ്ട്, വെലോസിറ്റി മെഷർമെന്റ്, ദെൻ മാക് നമ്പർ മെഷർമെന്റ്സ് ഉണ്ട്. മാക് നമ്പർ ഒക്കെ എപ്പോഴും മെഷർ ചെയ്യുന്നത് കണ്ടുപിടിക്കുന്ന പാരാമീറ്റേഴ്സിന് നമ്മൾ പ്രഷർ ഇതിനെയൊക്കെ ബേസ് ചെയ്തല്ല, ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? മാക് നമ്പർ മെഷർമെന്റ് വരുന്നത്. നമുക്ക് ഫർദർ ആയിട്ട് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞു. അഭിരാം, പ്രസന്റ് സാർ. അബിൻ ജോഷി, ആദർശ്, പ്രസന്റ് സാർ. അക്ഷയ്, പ്രസന്റ് സാർ. ആൽബിൻ, അമൽ, അമൽ കെ പി. ഓക്കെ, അമൽ കെ സന്തോഷ്, അമലം, അനന്തു, അനുരാഗ്, ആശ്രയ്, അശ്വിൻ, പ്രസന്റ് സാർ. ഭഗത്, ദിജിൻ, ഫസീദീൻ, ഓക്കെ, ജിജോ, ജിതിൻ,
കാർത്തിക്, Present, sir. മൃദുൽ, Present, sir. രാഹുൽ, രാഹുൽ, സൂരജ്, സൗരവ്, Present, sir. ശ്രീരാഗ്. Okay. Then Vaishak, Vaishnav CK, Vaishnav BK, okay. Wazim, Dilin, Present, sir. Jishnu, Present, sir. Jishnu Mohan, Present, sir. Nikhil, Nikhil, okay. Roshit, okay. Then Vishnu, Present, sir. Vishnu, Present, sir. Tejas, Akash, Present, sir. Abhinav, Present, sir. Gogul, Present, sir. Sachin. Present, sir. Okay, da. ശരി എന്നാണ് ബാക്കി നമുക്ക് അപ്പോൾ ലാസ്റ്റ് എടുക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, Sir, അനുരാഗ് present ആണ് sir. Hello. അനുരാഗോടെ പോയി അനുരാഗെ വിളിക്കുമ്പോ Sir, mic on ആവുന്നില്ല. ഞാൻ അപ്പോൾ exit അടിച്ചു പോകുന്നു. ഓക്കെ ഓക്കെ ശരി, താങ്ക് യു.